റിവീൽഡ് മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ ദൈവവചനം യെശയ്യാവിൻ്റെ പുസ്തകം 54-15 മുതലുള്ള ഭാഗങ്ങളാണ്. ഒരുത്തൻ നിന്നോട് കലശൽ കൂട്ടിയാൽ അവൻ നിന്റെ നിമിത്തം വീഴും, അത് എൻ്റെ ഹിതപ്രകാരമല്ല എന്ന് ദൈവം പറയുന്നു. തീക്കനിൽ ഊതി പണി ചെയ്ത് ആയുധമുണ്ടാക്കുന്ന കൊല്ലനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നശിപ്പിപ്പാൻ സംഹാരനെ സൃഷ്ടിച്ചിരിക്കുന്നു. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ഇന്ന് ആരോടോടുള്ളൊരു സന്ദേശമാണ്. എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ദൈവകൃപയിൽ നിന്നിട്ടും നിരന്തരം നിന്നോട് പോരാടുന്നു, നിൻ്റെ നന്മയ്ക്കെതിരെ നിൽക്കുന്ന അത് വ്യക്തികളെ ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. വ്യക്തികൾ നിന്നാൽ പോലും അവരറിഞ്ഞുകൊണ്ടല്ല, അതിൻ്റെ പിൻപിൽ വ്യാപരിക്കുന്ന ഇരുളിൻ്റെ അധികാരങ്ങളാണ്. എന്നാൽ ഇന്ന് ദൈവം പറയുകയാണ്, കർത്താവ് കാൽവരി ക്രൂശിൽ അതിൻ്റെ തലയെ തകർത്തതുകൊണ്ട് നിനക്കൊരു ജയമുണ്ടെന്ന് പരിശുദ്ധാത്മ പറയുന്നു. ആ വിഷയത്തിൽ സ്വർഗം നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. കാരണം അവിടെ എഴുതിയിരിക്കുന്നു ദൈവഹിത പ്രകാരമല്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞ് എൻ്റെ അഭിഷിക്തന് ദോഷം ചെയ്യല്ല്, എൻ്റെ അഭിഷിക്തനെ തുടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ദോഷം ചെയ്യല്ല്. നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെ പറയാണ്, നശിപ്പിപ്പാനും രക്ഷിപ്പാനും ഒക്കെ സംഹാരകനും ഒക്കെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവമാണ്. എന്നിട്ട് പ്രാർത്ഥിക്കുന്ന നിന്നോടുള്ള സന്ദേശമാണ്, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കരുത്. നോ വെപ്പൻസ് ദാറ്റ് ഈസ് ഫോംഡ് അഗൈൻസ്റ്റ് യു ഷാൽ പ്രോസ്പർ. നിനക്ക് വിരോധമുണ്ടാക്കുന്ന ആയുധങ്ങൾ ഫലിക്കത്തില്ല. ശത്രു തൊടുത്തു വിടുക, തലമുറകൾക്കെതിരെ കുടുംബത്തിനെതിരെ അമ്പുകൾ എയ്തു വിട്ടുകൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ മുനകളെയെല്ലാം പരിശുദ്ധാത്മ തകർത്തുകൊണ്ടിരിക്കുക. കാരണം ഈ പരിശോധനകളും നീ കടന്നു പോകുന്ന അനുഭവങ്ങളെല്ലാം നിന്നെ തകർക്കാനല്ല, നിന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനാണ്, ആ നന്മയിലേക്ക്. വേദപുസ്തകം ഇങ്ങനെ പറയുന്നുണ്ട്, ദുഷ്ടനെക്കുറിച്ച് പറയുന്ന പച്ചില വൃക്ഷം പോലെ അവൻ തഴച്ചിരിക്കുന്ന കണ്ടു, പിന്നെ അവനെ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല. നീ മാനിക്കപ്പെടും, ലെബാനോനിലെ ദേവദാരു പോലെ, പന പോലെ നീതിമാനെ ദൈവം മാനിക്കും. കർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നീ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവത്തോട് പറയും, കർത്താവേ, ഞാൻ വലിയ വേദനയിലൂടെ കടന്നുപോയി, വലിയ പ്രതിസന്ധിയിലൂടെ, എന്നാൽ എൻ്റെ ദൈവം എന്നെ മാനിച്ചു, എൻ്റെ തല ഉയർത്തി, ദൈവം എന്നെ ഉയർത്തി. കാരണം നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ നിനക്കെതിരെ ആയുധമെടുത്ത് നിൽക്കുന്ന ആരെയും നിനക്ക് കാണാൻ കഴിയത്തില്ല. അതെല്ലാം ക്ഷണികമാണ്. ഈ വചനത്താൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ, ആരെങ്കിലും നിനക്കെതിരെ നിന്നാൽ ദൈവം അതിനെ കൈകാര്യം ചെയ്യും. കാരണം ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ലത്. 2, ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നന്മകൾ അനുഭവിക്കാതിരിക്കാൻ മുൻപോട്ട് യാത്ര ചെയ്യാൻ, ശുശ്രൂഷകൾക്കെതിരെ ശുശ്രൂഷകന്മാരെന്നെ കേൾക്കുന്നുണ്ട്, മുൻപോട്ട് വിടാൻ നിൽക്കുന്ന ഇരുളിൻ്റെ ചില അവകാശങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിനക്ക് ജയമുണ്ടെന്ന് പറയുമ്പോൾ എത്ര പേര് അതിന് ആമേൻ പറയും? ഈ ശുശ്രൂഷയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവ്, എന്തെങ്കിലും തടസ്സങ്ങൾ ഏതെങ്കിലും മണ്ഡലം കൊണ്ട് അതിൻ്റെ മേൽ ഞാൻ ജയം കൽപ്പിക്കുന്നു. ആമേൻ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നല്ല സന്ദേശം വീണ്ടും കാണും വരെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ചെറുകിൽ മറക്കട്ടെ. ആമേൻ.